വേഗോട് വീട്ടുകാരുന്നവനാ. ഞങ്ങളെ പറ്റി കടന്നു കളയാന്ന് വിചാരിച്ചടാ റാസ്കൽ. ചെക്കന്റെ മേലെ കൈ വെക്കാറാടാ നീ. എന്തൊരു കഷ്ടാണിത്. ഞാൻ ഇടിക്കുമ്പോ ഒരു മഴക്ക് വേണ്ടേ? ഇതൊരു വക അസ്ഥാനത്തെ മാസായി പോയി. സോറി ബ്രോ, എന്തെങ്കിലും പറ്റിയായിരുന്നാ? എന്റെ മൂക്ക് പോയില്ലേ? ഒരു ഉറുമ്പടിക്കുന്നവരല്ലോ. ഒന്ന് പോടാ. നീ ആശുപത്രി കൊണ്ടുവന്നാ? ആശുപത്രി പോണ്ട, ഞാൻ ഒരു ഫുള്ള് ഓടിച്ചിട്ടാ. എന്നാ പിന്നെ വോഡ്ക മേടിച്ചോ? ഓക്കെ സാറേ, ഡൺ. ദിനേശ, നീ ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? നിനക്കൊരു സംവിധായകനൊക്കെ ആവണ്ടേ? ആഗ്രഹമൊക്കെ ഉണ്ട് അച്ചായ. അവനാദ്യം പണിയൊക്കെ ഒന്ന് പഠിക്കേണ്ട ബെനിച്ചായ. എന്നാ പിന്നെ പിടിക്കുന്ന പടത്തിന് അസോസിയേറ്റ് ആക്കിക്കൂടെ? രക്ഷപ്പെടുന്നേ. എന്റെ പൊന്ന് ബെനിച്ചായ, ഇത് തന്നെ എല്ലാവരും പിരിവെടുത്തിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനിടയ്ക്ക് മെയിൻ പ്രൊഡ്യൂസറും ബുക്കിന്റെ പാലൊടിഞ്ഞു. ഇന്നൊരു കാര്യം ചെയ്യാം, പ്രൊഡ്യൂസർ ഇല്ലാതെ വർക്ക് മുടങ്ങണ്ട. ഞാൻ വേണി പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷേ സിനിമ ഞാൻ പറഞ്ഞേക്കാം. അതിനാ പ്രൊഡ്യൂസറും മധുരാജ് സാറ് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല ചായ. അല്ല, ഓൺലൈനിൽ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ സംവിധായം വരൂ. സംവിധാനം രാവിലെ കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്. ദിനേശ, നിങ്ങൾ ഷോർട്ട് ഫിലിമിന്റെ പേരെന്താണ്? ദാരിദ്ര്യം. പേര് മാറ്റുവാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. പേര് മാറ്റാം. ദിനേശ, അനീഷേടെ വന്നിട്ടുണ്ട്. നീ പോയി കൂട്ടിട്ട് അവന്റെ ഒരു തൊപ്പി പോയിട്ട്. അല്ല, അപ്പോ മൂക്കിന്റെ പാലം പ്രമാണിച്ച് പാക്കപ്പ് വിളിക്കല്ലേ? എന്നാ വിളിക്ക് പാക്കപ്പ്. അമ്മ, ഞാൻ അവിടെ എത്തി. ഇല്ല, കഴിച്ചില്ല, കഴിക്കണം. പിന്നെ അമ്മ കഴിച്ചില്ലേ? മരുന്ന് മറക്കല്ലേട്ടാ. ശരി. പിന്നെ മധുസാറ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരിയാവും അമ്മ. വരാനിപ്പോ ഇന്ന് പരമാവധി വരാൻ നോക്കാം. അഥവാ വന്നില്ലെങ്കിൽ കുട്ടനെ കുഞ്ഞോളെ കൂട്ടിനെ വിളിച്ചോളി. ശരി, ദിനേശൻ വരുന്നുണ്ട്, ഞാൻ വിളിക്കാമ്മ. അനീഷേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താ നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ? ഇന്നൊരു പാലംപുളി ഉണ്ടായിരുന്നു, ബെന്നിച്ചായന്റെ വക. പാലംപുളി? അതൊക്കെ പറയാ, കേറിങ്ങട് പിടിച്ചിരിക്കട്ടാ. ഈ വിട്ടുറോ. നിങ്ങളിങ്ങനെ ചിരിക്കണ എന്തിനാണ്? അത് ഏപ്രിലിൽ ശരിക്കാണോ പറ്റിയിരുന്നെങ്കിലോ? ശരിക്കാണെങ്കിലല്ലേ ഇത് ശരിക്കാണല്ലോ.
അപ്പൊ അമ്മ ചിരിച്ചതോ? ആ മതി നിർത്തിക്കേ. അല്ല എന്താ നിങ്ങൾ എന്റെ അളിയനെ പറ്റി വിചാരിച്ചേ? എന്റെ അളിയന്റെ സ്റ്റാറ്റസ് എന്താ നിങ്ങൾക്ക് അറിയോ? പെങ്ങളെ കിട്ടിയെന്നുള്ളൊരു കൊണ്ടത്തിന് മാത്രമേ അളിയന് പറ്റാൻ പാടുള്ളുന്നുണ്ടോ? അത് തന്നെ, പപ്പക്ക് വരാൻ മണ്ടത്തോടൊന്നും പറ്റിക്കോടെ. നിങ്ങൾ എന്താ ഇങ്ങനെ? അപ്പൊ രണ്ട് പണിയല്ലേ അളിയോ? ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ വാ ട്ടാ, ശരിയാക്കി തരാം. നീ പപ്പ ഒന്നല്ലോ. ആ മാത്യുസേ, ആ ചെക്കും ഡെപ്പോസിറ്റ് ചെയ്തേക്ക്. സാറേ, സ്ഥലം വാങ്ങുന്ന പറഞ്ഞ പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ റേറ്റിന് അവർ ഓക്കെ ആയിരുന്നെന്നാ പറഞ്ഞത്. ആണോ? എന്നാ പ്രൊസീഡ് ചെയ്തോ. ശരി സാർ. മോനപ്പം ഇപ്പൊ തുളപ്പം അപ്പാപ്പേ, ചക്കരെ നിന്നെ കാണാനല്ലോ ഇങ്ങോട്ട്. പപ്പക്ക് ഡൽക്ക് അമ്മക്ക് മടിയാണ് അപ്പാപ്പ ഇങ്ങോട്ട് വരാനായിട്ട്. ആണോടി? അയ്യോ അങ്ങനെയൊന്നുമില്ലപ്പാ. ആയിക്കോട്ടോ. അപ്പാ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്ന് തന്നെ ഞങ്ങള് വരാൻ പറ്റ പാട് അല്ലേ? ആ ആ നാളെ പോയാൽ മതി. നീ കുളിക്കാതിരി വളരെ. അപ്പൊ ഇന്ന് അമ്മായപ്പന്റെ കൂടെ അടി. അല്ലളിയ നമുക്ക് കിട്ടൂ. കിട്ടും, എനിക്ക് കിട്ടും. പ്രായാകുമ്പേ പറയാ. ഇയാളിത് തോന്നളിയാനാണ് ഇപ്പൊ പറയിപ്പിക്കാനായിട്ട്. ഹലോ, ആടാ അനീഷയുടെ ഫുഡ് കഴിച്ചാ? ആ അതാ ഞാൻ വരുന്നത്. എടാ, അയാളെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ആരെ പറ്റി? ആ മധുരൻ സാറിനെ പറ്റി. ഒരു പിടിയുമില്ല. മലേഷ്യയിലേതോ വലിയ ബിസിനസ്സുകാരാണെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ആ അജയ് പറഞ്ഞ കാരണം എനിക്കത്ര വിശ്വാസം പോരാ. എന്ത് ബിസിനസ്സുകാരനാണെന്നോ? അല്ല, ആള് സിനിമ എടുക്കുമെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? വെറുതെ ഒരു നെഗറ്റീവ് അടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു മാത്രം. സംഗതി നമ്മൾ സിനിമ മാത്രം സ്വപ്നം കണ്ടുവരുന്നവരാണ്. അതിനായിട്ട് കഷ്ടപ്പെടാൻ നമ്മൾ ഏത് അറ്റം വരെ പോവുകയും ചെയ്യും. പക്ഷെ ഇതുവരെ നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. ഇന്ന് ഉറപ്പ് കിട്ടും, ഉറപ്പ്. അജയേട്ടാ, നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ ബലത്തിലാണ് ഈ പാവ അനീഷേട്ടൻ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ സീൻ ഓർഡർ വരെ റെഡിയാക്കിയിട്ടാ വന്നത്. എന്റെ പൊന്നുമിയെ, അങ്ങേര് പടം ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഈ സംശയം ഞാനും ചോദിച്ചാ അങ്ങേര് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് ഒറ്റ തന്തയുള്ളൂ എന്നാ. ആർക്കാ? എനിക്ക് അല്ല, അങ്ങേർക്ക്. ഓ, അതിപ്പോ ഞങ്ങൾക്കും കൂടുതലൊന്നുമില്ല അജയ് ഭായി. ഇന്നൊരു ഉറപ്പ് പറയാൻ പറയണം. അതെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അനീഷ് ഭായ്, കഥയൊക്കെ റെഡിയല്ലേ? ബബ്ബ പഠിക്കരുത്. ഞാനും ഒക്കെയാണ്. ഇനി മൂപ്പരും ഒക്കെ ആയതി. സാറ് വിളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓക്കെ അല്ലേ? എല്ലാരും ഒന്ന് റെഡി. Hi dears, how are you? ഫൈൻ സാർ. അജയ്, എന്തൊക്കെയാ കാര്യങ്ങൾ? ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ. ഇവിടെ കഥയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്താ സീൻ ഓർഡർ. ആ സാറേ, സീൻ ഓർഡർ ഇല്ലേ? സീൻ ഓർഡർ. ഓക്കെ, എത്ര സീൻ വരും? എത്ര സീൻ വരും? ഏതാണ്ട് 68ഓളം വരും. സാർ 68ഓളം സീൻ വരും. അയാളോട് അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറ. എന്റെ അനീഷ് സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ സിനിമയുടെ ഡയറക്ടറാണ്. കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്മാർട്ട് ആവണം. ഓക്കെ സാർ. നിങ്ങൾ ഇപ്പോഴാ പഴയ സല്ലാമ സിനിമയുടെ കാലത്തിലാണ് ജീവിക്കുന്നത്. അല്പം കൂടെയൊക്കെ ഒന്ന് ഫോർവേഡ് ആകണം. എങ്കിലേ സിനിമയിൽ എവിടെയെങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം ചെയ്യ്, ആ സീനോടൻ്റെ ഒരു PDF എനിക്ക് അയക്ക്. കഥ ഞാൻ പറഞ്ഞ പോലെയാണ് നോക്കട്ടെ. അല്ല സാറേ, സീൻ ഓർഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷറിന് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ പൊന്ന് ഏബലെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിങ്ങനെ എപ്പോഴെപ്പോഴും ക്യാഷ് അയക്കാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് ഇരിക്കുകയാണ്. അത് ഇന്ത്യൻ മണിയായിട്ട് അവിടെ എത്തണമെങ്കിൽ 2-3 കൺവേർഷൻ കഴിയണം. വലിയൊരു തുക ഞാൻ കൺവേർഷൻ ചാർജായിട്ട് കൊടുക്കണം. എല്ലാത്തിനും കൂടി ഞാൻ ഒന്നിച്ച് അയച്ചാൽ പോരെ? ഓക്കെ സാർ. അതിനു മുമ്പ് കഥ ഞാനൊന്ന് വായിക്കട്ടെ. എന്താ, നിങ്ങൾക്കിന് സംശയമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല സാർ. സാറേ, ഇവർക്കെപ്പോഴും സംശയം സാറേ. സാറ് പടം ചെയ്യുമെന്നുള്ളത്. അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ. ഞാൻ പറഞ്ഞു സാറ് പടം ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കാരണം സാറിൻ്റെ തൻ്റെ ഒറ്റയാ. ഓ, കട്ടായാലോ. എന്ത് വർത്താനാണ് അജയ് ഭായി നിങ്ങൾ ഈ പറയണത്? സാറിന്റെ തന്ത ഒറ്റയാന്നാ? സാറിനൊറ്റ തന്തയാന്നല്ലേ പറയുന്നത്? തിരിഞ്ഞു പോയി. എന്താണ് എന്തായാലും തന്തയ്ക്ക് വിളിച്ചത് മോശമായി.
അത് പപ്പ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ എന്തിനു കോംപ്രമൈസ് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിന് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം. നീയാണ് കറക്റ്റ്. അതല്ലേ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നത്. പിന്നെ ഏബലിൻ്റെ കാര്യം അന്വേഷിച്ചോ ബാംഗ്ലൂർ? ആ, അത് ഞാൻ അന്വേഷിച്ചായിരുന്നു. പപ്പ നല്ല കോളേജാണ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഞാനൊന്ന് ഫ്രീ ആകുമ്പോൾ അവനും കൂട്ടി പോയി അന്വേഷിക്കാം. പപ്പ ഇരിക്കണല്ലേ, നാളായല്ലോ നമ്മളൊന്ന്. ഹലോ, ഹലോ. എന്താണ് ഇന്ന് നേരത്തെ ആണല്ലോ? ഏയ്, അത് ഞാൻ ചുമ്മാ ഇരുന്നപ്പം വെറുതെ വിളിച്ച. വെറുതെ വിളിച്ചതാണെങ്കിൽ വെച്ചിട്ട് പോക്കോ. പോലെ പോലെ പോലെ. എടോ, നമുക്ക് സംസാരിക്കാനാണോ വിഷയമില്ലാതെ? അങ്ങനെ വഴിക്കുക. അല്ല, താനെന്ത് ചെയ്യാ? എന്തായിരിക്കും? അതിപ്പം താനെന്ത് ചെയ്യാന്ന് എനിക്കിപ്പോ എങ്ങനെ അറിയാനാ? ഞാൻ ഫേസ് പാക്ക് ഇടാ, അല്ലാണ്ട് എന്താ? ഓ, നിന്റെ മുമ്പിൽ പിടിച്ചു നിക്കണ്ടേ? അല്ല, ഇങ്ങനെ പിടിച്ചെന്നാ മാത്രം മതിയോ? നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? മോനെ മീശ മുളച്ച് വരുന്നല്ലേ ഉള്ളൂ. പഠിച്ച് ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായിട്ട് അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. നീ കഴിച്ചോ? അതിന് കിട്ടണ്ടേ? ആ, എന്ത് പറ്റി? അത് പിന്നെ പപ്പയാളേനും കൂടെ കുളിച്ചിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ആ, അല്ല, നീ മറ്റേ പ്രൊഡ്യൂസറിനെ വിളിച്ചോ? ഏയ്, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. തന്തയ്ക്ക് വിളി ഏറ്റോ? ഏയ്, അയാൾക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി മോനെ, ഭക്ഷണം കഴിക്കാൻ വാ. എടാ, ഞാൻ നിന്നെ വിളിക്കാം. അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ആ, ഓക്കെ. പപ്പയ്ക്ക് കളിയൊന്നും കഴിക്കാറായില്ലേ? അവര് കഴിച്ചോണ്ടിരിക്കല്ലേ. ഇതൊന്നും കണ്ട് നിങ്ങൾ പഠിക്കരുത് കേട്ടാ. നോക്കാം. ആ, എന്താടാ നിന്റെ സിനിമയൊക്കെ വല്ലതും നടക്കോ? പിന്നെ നടക്കാതെ അവിടെ പോനാ? നടക്കും നടക്കും, നടത്തം മാത്രം ബാക്കിയാതിരുന്ന ഭാഗ്യം. ഇതമ്മ ഭാവിയിൽ സൂപ്പർ സ്റ്റാറോട് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. സൂപ്പർ സ്റ്റാറിന് വിശക്കണ്ടെങ്കിൽ വല്ലതും കഴിക്കാൻ നോക്ക്. വീണ്ടും പൂച്ചു കണ്ട, പ്രൊഡ്യൂസറെ വിളിക്കുന്നത്. ഹലോ സർ. എബലെ, സീൻ ഓർഡർ ഞാൻ വായിച്ചു. പക്ഷേ ഒരു പക്ക ഫാമിലി മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. ഓ, നമുക്ക് വേണ്ടത് അങ്ങനെയല്ല. നമുക്ക് കുറച്ചൊക്കെ മസാല വേണം. കാരണം ഇത് മലയാളത്തിൽ മാത്രമല്ല 3 വിദേശ ഭാഷകളിലും കൂടെ എടുക്കുന്നത്. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുതുമുഖങ്ങളെ കണ്ടെത്തി നമുക്കൊരു ക്യാമ്പൊക്കെ സംഘടിപ്പിക്കും. ഓക്കെ സർ. പിന്നെ ഒരു 3 ലക്ഷം രൂപ ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. പക്ഷേ അയാൾ എത്താൻ കുറച്ച് ലേറ്റാവും. നിങ്ങൾ കയ്യിൽ നിന്നൊക്കെ എടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അല്ല സർ. എന്തുറ്റി? മധു സാറെ വിളിച്ചേ. ആ, പുള്ളി ഒരു 3 ലക്ഷം രൂപ ഒരാളെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ, സ്ക്രിപ്റ്റ് വേഗം തീർക്കാനും ഒരു ആക്ടിങ് ക്യാമ്പ് നടത്താനും പറഞ്ഞു. നല്ല കാര്യം. പക്ഷെ അതല്ല, ഫണ്ട് എത്താൻ ലേറ്റ് ആവുന്നു. ഓ, അതുവരെ നമ്മളോട് എവിടെന്നേലും അറേഞ്ച് ചെയ്യാനാ പറയുന്നത്. ഹലോ അനീഷേട്ടാ. അനീഷ് സാറേ, എത്ര നേരായത്? മധുരാജ് സാർ ഇപ്പൊ എത്തും. ഹലോ അനീഷ് സാറേ, നിങ്ങൾ ഓക്കെ അല്ലേ? തകർത്ത് വായിച്ചേക്കണം. ഞാൻ ഓക്കെയാണ്. നിങ്ങളൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് മതി. ഹലോ, ആ സാറേ എവിടെ എത്തി? ആ ഹാ 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 ആ സാറേ, മാപ്പ് കറക്റ്റാ. ഓക്കെ സാറേ, സാർ ഓൺ ദി വേ ആണ്. ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. മാപ്പ് കൊടുക്കാൻ മാത്രം അയാളെന്ത് ചെയ്തത്? സംഭവം ചെളിയാണെങ്കിലും
അവസരോചിതമായി പറഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങനെ ക്ഷമിച്ചിട്ടാ. സാറെത്തി സാറെത്തി. ആള് വന്നു. ആ സാർ. അജയ് സാർ ഹായ് ഡിയേഴ്സ്, എന്തായാലും ഇരിക്കും നിൽക്കുന്നേ. ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. അപ്പോൾ നമ്മളുടെ സിനിമയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. എൻ്റെ മനസ്സിൽ കുറേ കാലമായി ഉറങ്ങിക്കിടന്നൊരു കഥ ഞാൻ നമ്മുടെ സംവിധായകനോട് പറയുകയും അദ്ദേഹം അത് എഴുതിക്കൊണ്ടുവരികയും ചെയ്തു. അത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വായിക്കാം. അതിനു മുന്നായി നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചെറിയൊരു സംശയത്തിന് ഞാൻ ഉത്തരം നൽകാം. കാശിൻ്റെ കാര്യം തന്നെ. ഒരു 3 ലക്ഷം രൂപ ഞാനൊരു കക്ഷിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു നുണയാണ്. 5 ലക്ഷമാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപ. ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? അതാണ് ഞാൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസുകൾ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാതെ ദുബായിലേക്ക് പോയി. കാശെത്തുന്നതിന് മുന്നേ ഞാൻ എത്തുകയും ചെയ്തു. അത് നിങ്ങൾ കയ്യിൽ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കാശ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് എടുത്തിട്ട് മതി മറ്റെന്തും. എന്താ കൈയടിക്കുന്നില്ലേ? കൈയടിക്ക് കൈയടിക്ക് കൈയടിക്ക്. ഇനി വായിക്കാം. പൊളിച്ചു പൊളിച്ചു പൊളിച്ച ടീഷർട്ടാ പൊളിച്ചു. കലക്കി കലക്കി കൊള്ളടാ. ഇതെന്താ അനീഷേ? സാറ് പൊളിച്ചിട്ടാ. അനീഷേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. തകർത്തിടുന്നു. ഞാൻ അടിപൊളി അടിപൊളി അടിപൊളി. ഇത്രയും വിചാരിച്ചില്ല. അടിപൊളിടാ അടിപൊളിടാ. നമ്മൾ എന്താണ് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. കൊള്ളാല്ലേ? ഭയങ്കര ഇഷ്ടമായി അനീഷേട്ടാ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നന്നായില്ലേ? അതേപോലെ അതെന്തി എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായിട്ടാവില്ലേ? നീ എന്ത് കോപ്പാണ് എഴുതി വെച്ചിരിക്കണത്? തനിക്ക് ഞാനൊരു കഥ തന്നിരുന്നല്ലേ, അതാണോ ഇത്? അല്ല സാറേ, വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പുള്ളിക്ക് അനുവാദം കൊടുത്തല്ലേ? വേണ്ട മാറ്റങ്ങൾ അതാണോ ഇത്? ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അല്ല മതി സാറേ, ഒരു എഴുത്തുകാരനെ വിവേചനാധികാരം വെച്ച് അയാൾക്ക് തന്നെ ചെയ്തുകൂടെ? അജയ്, ഇതാരാ? ഇത് ഏബലിന്റെ അളിയനാ സാറേ. അളിയനൊക്കെ അങ്ങ് വീട്ടില്. ഇവിടെ ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ഇവിടെ നടക്കേണ്ടത് എന്റെ ഇഷ്ടങ്ങളാണ്. അജയ്, ഞാൻ പറഞ്ഞ രീതിക്ക് കഥ മാറ്റി എഴുതിട്ട് തന്നെ അറിയിക്കാം. ഓക്കെ സാർ. മാറണോ? എന്ത് കോപ്പാണ് കാണിച്ചിട്ടാണ്? ഇയാൾക്ക് എന്തിന്റെ സുഖം? കേറോ. ബെന്നിച്ചായ, ഈ സിഗരറ്റ് വെക്കണ മാത്രമേ ഉള്ളൂ, കത്തിക്കണില്ലേ? തീർന്നുകൂടാ. എന്നാ വേറെ മേടിച്ചോ? ഇത് തീർന്നു പോകുന്നല്ല,
നമ്മള് തീർന്നു പോന്നു. അങ്ങനെ എന്തു ടേബിളയാ? എൻ്റെ പൊണ്ണ് ഏവളയാ, നിങ്ങൾ ഇത്രയും ദുർബല ഹൃദയനാണോ? എൻ്റെ കിച്ചുവിൻ്റെ അത്രയും പോലും മനക്കിട്ടില്ല നമുക്ക്. ഇവിടെ ഇവിടെ കരയാണെങ്കിൽ ഇയാള് കരയണം. നമ്മുടെ സംവിധായകൻ കോഴിക്കോടൊന്നേ വന്ന് ഇരിക്കണ പാവം. അറിയാലോ ഞങ്ങളൊക്കെ എത്ര ദിവസം അധ്വാനം കൊണ്ടാ ഇത് എടുത്തിച്ചെന്ന്. അതിനിങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? നീ കരഞ്ഞോടാ. കരയാളിന് കരഞ്ഞെന്നെ തീർക്കണം, അതുപോലെ അടിക്കാളിന് അടിച്ചെന്നെ തീർക്കണം. നീ അടിച്ചോ? പക്ഷെ തീർക്കല്ലേ. അങ്ങനെ അടിച്ചോ അടിച്ചോ. ഏവളയാ, അളിയൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കാൻ ഞാനൊരു ഗാനം ആലപിക്കട്ടെ. 1 2 3. കുട്ടനാടൻ കായലിലെ ചുറ്റുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കറുമ്പി. അന്തിക്കുടം കമഴ്ത്തി ഞാൻ ഇളങ്ങളിൽ കുടിക്കുമ്പം പഴങ്കഥ പറയടി. എന്താണ് ഇത്? അകത്ത് സൈഡില്ല, പുറത്ത് സൈഡില്ല. ചെവി കേൾക്കണ്ടേ? ഇവർക്കൊന്ന് സൈലന്റ് ആയി കുടിച്ചാലെന്താ? ദിനേശ, നീ മാത്രമേ കുടിക്കുന്നുള്ളോ? ഇവർക്കൊക്കെ മരുന്ന് ചേച്ചി. എനിക്ക് മടുത്തത് ചിലരോടൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്. എടാ, നിന്നെയല്ല അവനെ, എന്റെ പൊന്നാരാങ്ങളെ. നിന്റെ അളിയനോ ഇങ്ങനെയായി, നീയും കൂടി ഇങ്ങനെയായല്ലോ. പൊളിയാണ് എന്റെ അളിയൻ. കേട്ടാ കേട്ടാ, നീയേ എന്റെ അളിയണ്ടല്ല മുത്താണ്. എന്നാ നിനക്കൊരു പാട്ട്. ബനാനേ ഒരു പൂ തരാമോ, ബനാനേ ബനാനേ ഒരു പൂത്ത. അയ്യോ നീ പണ്ട. അങ്ങക്കൊരു കാര്യം അറിയാം, ആ കോഴിയെ കണ്ടത് അതില് ആ കോഴിയുടെ അവസ്ഥയാണ് ഇപ്പൊ എന്റെ. അതൊന്ന് അനുഷന്റെ മൂട്ടിൽ കമ്പി കയറിയിട്ടുണ്ടോ? അതല്ലടാ ദിനേശ, പിന്നെന്താ ഒരുമാതിരി തീരെ നടുക്കുപെട്ട അവസ്ഥ. നിനക്കറിയാം, ഈ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ഞാനൊരു പരിഹാസ കഥാപാത്രം. സിനിമാകാരൻ ഈ സഹസംവിധായകർക്കൊന്നും ഒരു വിലയില്ലേ ബോസേ? ഒരു സംവിധായകനായവരെ. പക്ഷെ ചാവുന്നതിന് മുന്നേ ഞാനാവും. ആർക്കു വേണ്ടിയാന്നറിയോ? എന്റെ അമ്മയ്ക്ക് വേണ്ടി. അളിയാ, അളിയ എനിക്കൊരു വാക്ക് തരണം. തന്നു പറ. അളിയ പപ്പനോട് പറഞ്ഞിട്ട് നമ്മുടെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. എങ്ങനെ പെന്നിച്ചായ പപ്പോട് സിനിമാക്കാര്യം പറയാ? പറയല് ഞാനെങ്കിലും പറഞ്ഞോളാം, പക്ഷേ സമ്മതിപ്പിക്കലാണ് പണി. നിങ്ങളായ പറഞ്ഞ വാക്ക് വായിക്കാം. പറഞ്ഞ വാക്ക് വായിക്കാൻ ചോദിക്കണ പോലെ ചോദിക്കണം. അതേത് അപ്പനോടായാലും. ചെറുക്ക, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അവന്റെ വർത്താനം കേട്ടോ? നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നാട്ടാണ് വിളിക്കണം, ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ. മേലെ ഇതുപോലെ യൂസർ സ്റ്റോക്ക് പറഞ്ഞു പോരുത്. ഞാൻ അറിഞ്ഞിരുന്നു തലേ കയറാ. ഈ സ്ഥാപനം എത്രത്തോളം വളർത്തി വലുതാക്കാൻ അറിയെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഏൽപ്പിച്ച പണി നിങ്ങൾ നന്നാടിയാണ്. ഇത് അവസാനത്തെ വാണിയാണ്, ഇനി ആവർത്തിക്കരുത്. ബെസ്റ്റ് ടൈം നിന്റെ തന്നപ്പടി അല്ല മൂടിലാണെന്ന് മോനെ. ഇന്ന് സിനിമ അഭിനയം വിട്ട് ബാംഗ്ലൂർക്ക് പോകണ്ടിരുന്നു പറഞ്ഞു. ഏവളിയാ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി തിരിച്ചു വെച്ചോ, ഞാനിപ്പോ വരാം.
എന്തതിനവസ്ഥ അപ്പം? സാർ ഇത് മെഷീൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ, അവരെത്തിക്കോളും. ബാ, എന്താ വിശേഷിച്ച്? ഒന്നുമില്ലപ്പാ, ഞാൻ ചുമ്മാ ഇറങ്ങിയതാ. അങ്ങനെ ചുമ്മാ വരുന്നതാണോ നല്ലതാണ്. കാര്യം പറ. അതെ, ഒരു പടം പിടിക്കണ അവസരമുണ്ട് പാപ്പയ്ക്ക്. എനിക്കോ? ആ, ഫുൾ ക്രൂ സെറ്റാണ്. ഇനി ഒരു പ്രൊഡ്യൂസറിന് ഒഴിവ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ വാ. എന്താ അവൻ്റെ പ്രൊഡ്യൂസർ മുങ്ങിയോ? മുങ്ങിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചെയ്യുമെന്ന് തോന്നണില്ല. പിള്ളേരായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരുടെ കുറച്ച് കാശ് പോയിട്ടുണ്ട്. എൻ്റെ എന്താ സത്യത്തിലുണ്ടായത്? എന്താ മുതലിൻ്റെ പേര്? ആ മുതലിൻ്റെ പേര് മധുരാജ്. മലേഷ്യക്കാരനാ? അതെ. ഫോട്ടോ ഉണ്ടോ? ആ ഉണ്ട്. എടുത്ത്. ഇതാ. എടാ മാത്യുസേ. ആ സാറേ. ധാര നോക്കി. ആ ഇത് നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ? ആ, നമ്മളെ പിള്ളേരെ പടം ചെയ്യുന്ന പ്രൊഡ്യൂസറാ ഇവനാ? അതെ. ഈ സിനിമ മുടങ്ങില്ലാന്ന് പിള്ളേരോട് പറഞ്ഞേക്കേ. എന്തായാളിയാ ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷേ പപ്പ അത് ചെയ്യാതിരിക്കില്ലെന്നാ പറഞ്ഞേ. നീ മുന്നോട്ട് പോവളയാ. പപ്പ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, പിന്നെ ഇതിന് മധുരാജ് സാറായിട്ട് വേറൊരു മീറ്റിംഗ്. എന്തുകൊണ്ടാ അനീഷേട്ടാ? ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാന്നാ അളിയൻ പറഞ്ഞത്. അല്ല, അയാൾ കാശ് ഓൾറെഡി കൊടുത്തു വിട്ടതല്ലേ. ഇനിയിപ്പോൾ മീറ്റിങ്ങിന് മുമ്പ് നമ്മുടെ കയ്യിൽ കാശ് കിട്ടിയാൽ അത് മാറ്റി പിടിക്കാൻ പറ്റുമോ? ആ, അങ്ങനെയാണ് നമുക്ക് പപ്പയെ കൊണ്ട് നമുക്ക് സെക്കൻഡ് പ്രോജക്റ്റ് ചെയ്യിക്കാം. നിങ്ങളൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ സ്വതന്ത്ര സംവിധാനമാവാം. അതെ, നിനക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വരട്ടെട്ടോ, ആവുമ്പോൾ ഞങ്ങൾ പറയാം. അല്ല ആ, വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഭാഗ്യമില്ല അല്ലേ അനീഷേട്ടാ? സമയമാകുമ്പോൾ എല്ലാം ശരിയാവും ബോസേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മീറ്റിങ്ങിന്റെ ഡേറ്റ് നോക്കിയാലോ? ക്ലൈമാക്സിന്റെ ഡേറ്റ്. ഹലോ, ആ ജിജോ പറ. ആ, അത് ഞാൻ അയച്ചെന്നാ QR കോഡിൽ അയച്ചാൽ പോരെ? QR കോഡ് കാണാനില്ലേ? പോയാ? എന്നൊരു കാര്യം, ഞാൻ നമ്പർ പറഞ്ഞു തരാം. ആ, 9995118161. ആ, അയച്ചേക്കണം കേട്ടോ. ആ, ശരി, ഓക്കെ. എവിടെയാ പറ. ആ, ഓ, ആ ആ മീറ്റിംഗ് നടത്തും. മാത്രമല്ല അമ്മ ഈ പാടവും ചെയ്യൂടെയാ. ഞാനല്ലേ പറയണേ. എന്താണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലോ? നമുക്ക് സിനിമ ചെയ്യണ്ടേ? അതാണ് പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാലോ, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ എന്ത് വേണം? സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേണം. കാരണം ഇത് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നൊരു സിനിമയാണ്. ആ, അത് ശരിയാ സാറേ. അനുപകഥയാകുമ്പോൾ സ്ട്രോങ് കൂടും. ദിനേശൻ, യു ആർ കറക്റ്റ്. അങ്ങനെ ആയിരിക്കണം കഥ. അതെ അതെ. അനീഷ് സാർ, താങ്കൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓ, ഇനി അതേ ശ്രദ്ധിക്കൂ സാർ. സാറിന്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഞങ്ങളൊരു സൂപ്പർ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ, കേൾക്കട്ടെ. കഥ പറയാൻ ബെന്നിച്ചായനാ ബെസ്റ്റ് അല്ലേ? ബെന്നിച്ചായൻ പറ. ആര് പറഞ്ഞാലും കൊള്ളാം. കഥ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് വേറെ ആളെ നോക്കണം. അയ്യോ സാർ, അങ്ങനെ പറയരുത്. ഈ സ്റ്റോറിയിലെ സാറിന് എന്താണെങ്കിലും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ പെടുത്തും. ആഹാ, ഞാനൊരു ഇൻട്രോ പറയാം. ഗോവയിൽ ജോലി ചെയ്യുന്ന നായിക, ആ നായിക അവൾ അറിയാണ്ട് കാണാൻ വരുന്ന നായകൻ, പിന്നീട് നായിക അവിടുത്തെ വലിയ ചൂതാട്ടക്കാരിയാണെന്ന് നായകൻ മനസ്സിലാക്കുന്നതാണല്ലോ സാറ് പറഞ്ഞ കഥ. അതിൽ ഞങ്ങൾ കുറച്ച് കിഡിലോസ്കി എലമെൻസ് ഒക്കെ ചേർത്ത് ഒന്ന് കൊഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. കഥ തുടങ്ങുന്നത് 2018 പ്രളയകാലത്താണ്. ബാക്കി നമ്മുടെ ബെന്നിച്ചായം പറയും. 2018 പ്രളയകാലം. അന്ന് നമ്മുടെ നായിക ഗോവയിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നായകനും
ഉണ്ടായിരുന്ന ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതോടെ നായകൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. തൻ്റെതായി ആകെയുള്ളത് 10 ഏക്കർ ഭൂമി മാത്രം. ആ ഭൂമി എവിടെയെങ്കിലും ഈടുവെച്ച് കിട്ടുന്ന പണം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് അയാൾ തീരുമാനിച്ചു. അതുപ്രകാരം നാട്ടിലെ ഒരു കരപ്രമാണിയുടെ അടുത്ത് നായകൻ ഈ സ്ഥലം ഈടുവെച്ചു. 4 വർഷത്തിനുള്ളിൽ പണം തിരികെ തന്ന് സ്ഥലം തിരിച്ചെടുത്തോളാമെന്ന കരാറിൽ. അതായത് പ്രോ നോട്ട് പ്രകാരമുള്ള ഇരു കക്ഷികളുടെയും ഉടമ്പടി കരാർ. പ്രോനോട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 4 വർഷത്തിനകം പണം തിരികെ തന്ന് സ്ഥലം ഏറ്റെടുക്കണമെന്ന്. കാലാവധി കഴിഞ്ഞപ്പോൾ അയാൾ തന്ന അഡ്രസ്സിലേക്ക് രജിസ്റ്റേർഡായി ഞാൻ അത് അറിയിക്കുകയും ചെയ്തു. അതൊരു നിയമപ്രകാരമുള്ള ഫോർമാലിറ്റിയാണ്. കത്ത് കയ്യിൽ കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ. ആ അവസ്ഥ തന്നെയാണ് നമ്മുടെ നായകനും. അതിന് കാരണം എന്താണെന്നറിയാമോ? ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വിദേശത്തും നമ്മളെ നായകൻ ആകെ പാപ്പരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥലം തിരിച്ചെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുതൽ 3 വർഷത്തിനുള്ളിൽ കോടതിയിൽ തീർപ്പേൽപ്പിക്കും. നമ്മുടെ നായകൻ കരപ്രമാണിക്ക് ഈടുവെച്ച സ്ഥലം കോടതി ലേലത്തിൽ വെച്ചു. സർക്കാർ വിലയല്ലേ, ഞാൻ തന്നെ ഇത് ലേലത്തിൽ പിടിച്ചു. മറച്ചു വിറ്റപ്പോൾ പ്രതീക്ഷേനപ്പുറം നല്ല ലാഭവും കിട്ടി. നല്ലവനായ കരപ്രമാണി നായകനെ സഹായിക്കാൻ തീരുമാനിച്ചു. താൻ കൊടുത്ത കാശും അതിന്റെ പലിശയും കിഴിച്ച് ബാക്കി തുക നായക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വക മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ നായകന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. കോപ്പിലൊരു സിനിമ. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഗോ വാ. നീ കൃത്യസമയത്ത് വന്നത് നന്നായി. അല്ലെങ്കിൽ പിള്ളേരുടെ പടം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പൊളിഞ്ഞു പോകാനെ. അപ്പൊ പിള്ളേരുടെ പടം അവന്റെ കാശുകൊണ്ട് നമ്മൾ ചെയ്യും അല്ലേ പാപ്പ? അതെ. സാറേ, ഇതെന്താണെന്നറിയും? കുറച്ച് ചിതാഭസ്മ. എന്തിൻ്റെയാണെന്നറിയും? സാറിന് വേണ്ടി ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ. എഴുതുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന മുഴുവൻ അത് കത്തിത്തീർന്നപ്പോൾ പോയി സാറേ. 3 പേനയും 312 പേപ്പറും പിന്നെ കുറച്ച് ദിവസങ്ങളും. അത് മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടുള്ളൂ. അതെന്തായാലും പോയെന്ന് എൻ്റെ മാനത്തോളമില്ല. ഇത് പിടി. അതെ, ആ കോട്ടിങ് ഊരി. അജയ് കുജയ് എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. കോട്ടൊക്കെ ഇട്ട് കിടക്കുക. ഊരും കൂടി. എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ നിന്റെ ബിസിനസ് സീക്രട്ട് ആയിരിക്കാം. എന്തായാലും ഇത് വേണ്ടായിരുന്നു, അതും ഞങ്ങളോട്. അയ്യോ പാവം. അപ്പൊ എങ്ങനെ കുളിച്ചു നിൽക്കുക അല്ലേ? വാടാ മക്കളെ.